ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. നന്ദ, നീ എന്തത് കുടിക്കുന്നില്ലേ? വേണ്ടവല്ല. ചേടാ, നന്ദനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഈ ട്രിപ്പ് വന്നേ. എന്നിട്ട് നന്ദന്റെ മുഖത്ത് മുറുക്കം മാറുന്നില്ലല്ലോ. ഏയ്, ഞാൻ ഹാപ്പിയാ. സത്യാണോ? സത്യം. ആ, അത് കേട്ടാ മതി. എനിക്കേ കാപ്പിയോ ചായയോ വല്ലതും വേണോ? ഒന്നും വേണ്ട. എന്നാ നമുക്ക് പോവാം. കാറെടുത്തോ. ആഹാ, പാപ്പനാണല്ലോ. ഹലോ മിസ്റ്റർ കുരുവിള. നിങ്ങളെവിടെ? ഞങ്ങളെ ഓൺ ദ വേയാ. ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ച് കാറി കയറാൻ പോവാ. നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണോന്നോ? ഡബിൾ ഓക്കെയാ. എന്തായാലും അങ്ങനെ ഓക്കെ ആവും വരട്ടെ. അല്ല, എന്താ പാപ്പ? ദേവിക പണി പറ്റിച്ചു. എന്ത് പറ്റി? ദേവിക എന്ത് ചെയ്തെന്നാ? ഫയല് കാണാതായതിനെ കുറിച്ചുള്ള പരാതി ദേവിക കമ്മീഷണർക്കും DGPയും കൂടി കൊടുത്തിരിക്കുക. അല്ല, അതിന് ദേവിക പാപ്പന് പരാതി തന്നിട്ട് ആകെ 2 ദിവസമല്ലേ ആയുള്ളൂ? അതെ, ഞാനും കരുതിയത് ഒരാഴ്ച കഴിഞ്ഞ് ചന്ദ്രവത്തി എന്ന് ഒരു മൊഴിയെടുക്കൽ നാടകമൊക്കെ നടത്താമെന്നാ. പക്ഷേ ദേവിക ഇപ്പൊ പഴയ ദേവികയല്ല. അവളുടെ വാക്കുകൾക്ക് മുമ്പത്തേക്കാൾ ശക്തിയും വേഗതയുമാ. പക്ഷേ MLA ദേവികയെ നമ്മൾ പേടിച്ചേ പറ്റൂ. കേസിനെ അങ്ങോട്ടോ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. കരുതലോടെ ഇരിക്കണമെന്ന് മുന്നറിയിപ്പ് തരാനാ ഞാനിപ്പോൾ വിളിച്ചത്. കമ്മീഷണർക്ക് DGPക്കും കൊടുക്കുന്ന പരാതിയിൽ ഉടൻ അന്വേഷണം ഉണ്ടാവോ സാർ? എനിക്ക് തന്ന കംപ്ലൈന്റിന്റെ കോപ്പി അവർക്ക് അയച്ചെന്നേ ഉള്ളൂ. പക്ഷേ എന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ട ദേവിക DGP ഇടപെടുത്തും. വീട്ടുകാരെ ചോദ്യം ചെയ്യണമെന്ന സ്റ്റാൻഡില് ദേവിക ഉറച്ചു നിൽക്കുക. നന്ദനെ പൂട്ടുക എന്നതാ ദേവികയുടെ ലക്ഷ്യം. അതെല്ലാം പാപ്പൻ വെറുതെ കടന്ന് ചിന്തിക്കുന്നോണ്ടാ. ഞാനല്ല, ഇപ്പൊ കാര്യങ്ങൾ കടന്നു ചിന്തിക്കുന്നത് ദേവികയാ. മുമ്പെന്നോട് സംസാരിക്കുമ്പം ദേവികയുടെ ശബ്ദത്തിന് ഒരു അപേക്ഷയുടെ ടോണായിരുന്നു. അതിപ്പോ ആജ്ഞയുടേതായി. സാർ, അപ്പോ കാര്യങ്ങൾ കുഴപ്പത്തിലാവോ? ഒന്നും പറയാൻ പറ്റില്ല. നന്ദൻ കരുതലോടെ ഇരിക്കണം. എന്തായാലും യാത്ര നടക്കട്ടെ. ബെല്ല, കാര്യങ്ങൾ കുഴയാണല്ലോ. എന്ത് കുഴയൊന്ന്? എവിടെ കുഴയൊന്ന്? ബെല്ല ഉള്ളപ്പോഴോ? എന്നാ നമുക്കൊന്ന് കാണാം. നന്ദനെ കൊടുക്കാൻ വേണ്ടി ദേവിക, രക്ഷിക്കാൻ ഈ ഞാൻ. ആരാ ജയിക്കുന്നെന്ന് നമുക്ക് കാണാം.